ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. എൻ്റെ പേര് സ്വാതി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടെസ്റ്റ് സീരീസ് നടത്തി അല്ലേ? അപ്പോൾ എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിനോടനുബന്ധിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് ഇനി നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ടേംസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് എന്ത് നോക്കാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് ചെയ്യാത്തവരാണെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷികളെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ തന്ത്രം ഏതാണ്? നമ്മൾ ഏതാ പറഞ്ഞേ? പ്രകൃതി നടത്തം അല്ലെ? നമുക്കറിയാം, പക്ഷികളെ വീഡിയോ കണ്ടതിലൂടെയോ അല്ലെങ്കിൽ പുസ്തകം വായിച്ചതിലൂടെയോ കുറേ ഗ്രൂപ്പുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് ചെയ്താലോ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതിന്റെ പ്രോപ്പറായിട്ട് ഓരോന്ന് നിരീക്ഷിക്കാനായിട്ട്, ഇപ്പൊ കൊക്ക് എങ്ങനെയാണ്, നിറം എങ്ങനെയാണ്, അത് കുറേ എന്ത് ചെയ്താലേ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടന്ന് പക്ഷികളെ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഓരോരോ ചെറിയ ചെറിയ ഫീച്ചേഴ്സും കൂടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രകൃതി നടത്തമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂട്രോഫിക്കേഷൻ എന്ന പദം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജലമലിനീകരണവുമായിട്ടാണ് യൂട്രോഫിക്കേഷൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് യൂട്രോഫിക്കേഷൻ? ഒരു ജലാശയം പോഷകങ്ങളാൽ അമിതമായി സമ്പുഷ്ടമാവുകയും ലളിതമായ സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. അപ്പൊ ഈ വേർഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? അത് ജലം അല്ലെ? ജലവുമായിട്ട്, ജലമലിനീകരണവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് യൂട്രോഫിക്കേഷൻ. Eutrophication is a process in which a water body becomes overly enriched with nutrients, leading to the plentiful growth of simple plant life. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള വേർഡ്സ്, ഇപ്പൊ യൂട്രോഫിക്കേഷൻ അല്ലാതെ ഇതേപോലെയുള്ള ഇതിനോടനുബന്ധിച്ചുള്ള വേർഡ്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓക്കെ, ടെസ്റ്റ് സീരീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, എക്സ്പ്ലനേഷൻ വീഡിയോ കാണാവൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വീണ്ടും ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഏതിലാ പറ്റുക? ടെസ്റ്റ് സീരീസിലാണ് പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മഴത്തുള്ളികളുടെ അടിഭാഗം കൂടുതൽ പരന്നിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്താണ് ഈ 4 ഓപ്ഷനിൽ? ഉപരിതല പിരിമുറുക്കമാണ്. ഇനി എന്താണ് മഴത്തുള്ളികൾക്ക് ഗോളാകൃതി വരാനുള്ള കാരണം? അവയുടെ സർഫസ് ടെൻഷനാണ്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്ത് കാരണമാണ്? പ്രതലബലം. ഓക്കെ, സർഫസ് ടെൻഷൻ ആണ്. ഇനി മഴത്തുള്ളി വായുവിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നേ? വായു അതിന്റെ താഴ്ഭാഗത്തെ മുകളിലേക്ക് തള്ളും. താഴേക്ക് പതിക്കുമ്പോൾ വായു താഴ്ഭാഗത്തെ മുകളിലേക്ക് തള്ളുക ഉണ്ടാവണേ. അപ്പൊ ചെറിയ തുള്ളികളില് വായുവിന്റെ ഈ പ്രതിരോധം കുറവായതുകൊണ്ട് അവയ്ക്ക് നല്ല ഗോളാകൃതിയാണുള്ളത്. അപ്പൊ ചെറിയ തുള്ളിയാണെങ്കിൽ ഗോളാകൃതിയാണ് ഉണ്ടാവുക. നോക്കൂ, എന്നാൽ വലിയ തുള്ളികളുടെ താഴ്ഭാഗം വായുവിന്റെ തള്ളൽ കാരണം പരന്നു പോകുന്നു. അപ്പോ ഈ വലിയ തുള്ളിയാണെങ്കിൽ എന്താണ്? താഴ്ഭാഗം പരന്നു പോകും. എന്നാൽ മുകൾ ഭാഗത്ത് വായുവിന്റെ പ്രതിരോധം ഉണ്ടാവില്ല. അപ്പൊ എന്താ ഉണ്ടാവണേ? ആ ഭാഗം ഗോളാകൃതി പോലെ ഇരിക്കും. വലിയ വലിയ തുള്ളി ആവും തോറും മുകൾ ഭാഗം ഗോളാകൃതിയിലും താഴ്ഭാഗം പരന്നുമിരിക്കും. ഓക്കെ, അതിനാൽ തന്നെ വലിയ മഴത്തുള്ളികൾക്ക് ഒരു ബണ്ണിന്റെ ആകൃതിയാണുള്ളത്. മഴത്തുള്ളി വീണ്ടും വലുതായാൽ അതിന് പാരഷൂട്ട് പോലെയുള്ള ആകൃതി കൈവരുകയും അവ വിഭജിച്ച് ചെറിയ തുള്ളികളായിട്ട് മാറുകയും ചെയ്യും. അപ്പോ മഴത്തുള്ളി ഏറ്റവും നല്ല ഗോളാകൃതി ആയിരിക്കുന്നത് എപ്പോഴാണ്? അത് ഏറ്റവും ചെറിയ തുള്ളി ആയിരിക്കുമ്പോഴാണ് നല്ല ഗോളാകൃതിയാവുക. വലുതാവും തോറും അടിഭാഗം പരന്നും മുകൾ ഭാഗം ഇങ്ങനെ അല്ലെ, ഒരു ബണ്ണ് പോലെ മുകൾ ഭാഗം ഗോളാകൃതിയാവും. അത് കഴിഞ്ഞ് പിന്നെ വലിയ തുള്ളിയാവുമ്പോൾ ഒരു പാരഷൂട്ട് പോലെയാവും. എന്നിട്ട് അത് വിഭജിച്ച് ചെറിയ ചെറിയ തുള്ളികളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചോദിക്കാറുള്ള 2 ചോദ്യമാണ്. ഒന്ന്, മഴത്തുള്ളി ഗോളാകൃതി പ്രാപിക്കാനുള്ള കാരണം എന്താണ്? സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ചെറിയ മഴത്തുള്ളിയാണെങ്കിലാണ് നല്ല ഗോളാകൃതി ഉണ്ടാവുക. വലുതാവും തോറും അതിന്റെ ഗോളാകൃതിക്ക് വ്യത്യാസം വരുന്നു. മുകൾ ഭാഗം മാത്രം ഗോളാകൃതി ആവുകയും അടിഭാഗം പരന്നിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പിക്ചർ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഇനി അടുത്ത തവണ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ആൻസർ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ഗ്രാഫിലെ ഷെയ്ഡുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിലെ ഏത് ഘടകമാണ് സൂചിപ്പിക്കുന്നത്? പിക്ചറൊക്കെ കണ്ടാൽ നമ്മൾ അങ്ങനെ ടെക്സ്റ്റിൽ വിടാറാ പതിവ്. പക്ഷെ കണ്ടില്ലേ, പിക്ചറുള്ള ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്?
ഓക്സിജൻ ആണ് ആൻസർ വരുന്നത്. ഇതാ നോക്കൂ, ഇവിടെ ഓക്സിജൻ കണ്ടോ, ഈ ഷെയ്ഡ് ഉള്ളത് ദേ ഇവിടെയാണ് ചോദിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് ദേ ഓക്സിജൻ. ഇനി ദേ ആർഗൺ N2. ഇവിടെ നൈട്രജൻ എത്രയാണ്? 78% ആണ്. ഓക്സിജൻ 21% ആണ്. ബാക്കിയുള്ളത് ദേ ഇവിടെ ഈ ചെറുതുള്ളത് ഏതാണ്? 1% ആണ് ഉള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, പിക്ചർ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെഡ് ഡാറ്റ ബുക്ക് ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിക്കുന്നത്? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഏത് സംഘടനയാണ്? IUCN ആണ്. ഇത് ഡയറക്റ്റ് SCERT ക്വസ്റ്റ്യൻ ആണ്. കാണിച്ചുതരാം. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡാറ്റ ബുക്ക്. ഓരോ വർഷവും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പട്ടികയാക്കപ്പെടുന്ന ബുക്ക് ഏതാണ്? അത് റെഡ് ഡാറ്റ ബുക്കാണ്. ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ്? IUCN ട്ടാ. ഓക്കെ, അതാണ് ചോദിച്ചത്. ഇനി IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നോക്കൂ, ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ, എന്താണ് മുഖ്യ ലക്ഷ്യം? ജൈവ വൈവിധ്യ സംരക്ഷണം. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, എവിടെയാണ് ആസ്ഥാനം? സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വതന്ത്ര സംഘടനയാണ് IUCN. ലോഗോ ശ്രദ്ധിക്കാട്ടോ. ഇതേപോലെ തന്നെ IUCN പോലെ തന്നെ വേറൊരു സംഘടനയാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ലക്ഷ്യങ്ങൾ പ്രാധാന്യമുണ്ട്, അതെന്തായാലും പഠിക്കണം കേട്ടോ. ഇതാ എന്തൊക്കെയാണ്? ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ. ഓക്കെ, ഈ സംഘടനയുടെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതിന്റെ ലോഗോയും കൂടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ IUCNും ഇത് രണ്ടും എന്താണ്? WWFും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ടേബിൾ കാണുന്ന ഒന്നും പഠിക്കാൻ മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് പോകണം. നെക്സ്റ്റ് വൺ, കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം, കണ്ണ്, വൃക്ക, ചർമ്മം. ഏതാണ്? കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കണ്ണ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്കാണ് കെരാറ്റോപ്ലാസ്റ്റി അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെരാറ്റോപ്ലാസ്റ്റിക്കുള്ള വേറെ പേരെന്താണ്? കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. ക്ലിയർ അല്ലേ? കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതാണ് ഇത് കെരാറ്റോപ്ലാസ്റ്റി അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അവിടെ എന്താണ് മാറ്റിവെക്കുന്നത്? അപ്പോൾ കോർണിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മലേറിയയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ്? മലേറിയയ്ക്ക് കാരണമാവുന്ന സൂക്ഷ്മാണു ഏതാണ്? പ്രോട്ടോസോവ. ഇതേപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ? നോക്കൂ, ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി, ടൈഫോയിഡ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണോറിയ, സിഫിലിസ്, ബോട്ടുലിസം, സാൽമണല്ലോസിസ്, ആന്ത്രാക്സ്. ഇതെല്ലാം എന്താണ്? ബാക്ടീരിയ ആണ്. ഓക്കെ, രോഗകാരി ഏതാണ്? ബാക്ടീരിയ. ഏതിൻ്റെയൊക്കെയാണ് ബാക്ടീരിയ? ക്ഷയം, കുഷ്ഠം, കോളറ, ഡിഫ്തീരിയ, എലിപ്പനി അല്ലെങ്കിൽ പ്ലേഗ് കേട്ടോ, ടൈഫോയിഡ്, ന്യൂമോണിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഗൊണോറിയ, സിഫിലിസ്, ബോട്ടുലിസം, സാൽമണല്ലോസിസ്, ആന്ത്രാക്സ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ വൈറസ് നോക്കൂ. വൈറസ് രോഗകാരിയായിട്ടുള്ളത് ഏതിനൊക്കെയാണ്? ജലദോഷം, കൊറോണ, ഇൻഫ്ലുവൻസ, പസൂരി, മുണ്ടിനീര്, അഞ്ചാം പനി, ജർമ്മൻ മീസിൽസ്, മഞ്ഞപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, എയ്ഡ്സ്, പേവിഷബാധ, ചിക്കൻ പോക്സ്, സാഴ്സ്, പക്ഷിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എബോള, പന്നിപ്പനി, ട്രക്കോമ. ഓക്കെ, ഇനിയുണ്ട് വൈറസ് ബാധിക്കുന്ന രോഗങ്ങള്. മെനിഞ്ചൈറ്റിസ്, റുബെല്ല, മെഴ്സ്, നിപ്പ, ജപ്പാൻ പനി, സ്പാനിഷ് ഫ്ലൂ, കോങ്കോ, അതേപോലെ തന്നെ അരിമ്പാറ. ഓക്കെ, ഇതെല്ലാം എന്താണ്? വൈറസ് ബാധിക്കുന്നവയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ബാക്ടീരിയ ബാധിക്കുന്നത് ഏതാണ്, അതേപോലെ തന്നെ വൈറസിനെ ബാധിക്കുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക.
മുഴുവൻ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ പറ്റില്ല, പക്ഷെ എക്സാമിന് വരുമ്പോൾ ഇത് എവിടെയോ നമുക്ക് കണ്ടിട്ടുള്ള ഓർമ്മ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കൂ. ചുണങ്ങ് ഫംഗസ്, വട്ടച്ചൊറി ഫംഗസ്, അത്ലറ്റ്സ് ഫൂട്ട് ഫംഗസ്, ആണിരോഗം ഫംഗസ്, കാൻറ്റിയാസിസ് ഫംഗസ്, പുഴുക്കടി ഫംഗസ്. ഇതിൽ നമുക്ക് അറ്റ്ലസ് ഫൂട്ടും വട്ടച്ചൊറിയും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി വയറുകടി പ്രോട്ടോസോവ, മലമ്പനി പ്രോട്ടോസോവ, മന്ത് പ്രോട്ടോസോവ. അപ്പൊ ബാക്ടീരിയ ഏതാണ്, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവ ആണോ എന്ന് ചോദിച്ചാൽ ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. മറക്കരുത്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. CPCRI മങ്കൊമ്പ്, CTCRI ശ്രീകാര്യം, RRII തൃശൂർ, RRS കാസർഗോഡ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം CTCRI ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയൊക്കെ എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. അതായത് CPCRI എവിടെയാണ്? കാസർഗോഡ്. നമുക്ക് തന്നിട്ടുള്ളത് എവിടെയായിരുന്നു? നോക്കൂ, മങ്കൊമ്പ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതല്ല. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI അതെവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളത് എവിടെയാണ്? ശ്രീകാര്യം. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലേ? അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII അതെവിടെയാണ്? കോട്ടയമാണ്. നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളത് RRII തൃശ്ശൂരാണ് തന്നിട്ടുള്ളത്. ഓക്കെ, കോട്ടയമാണ് ആൻസർ. RRS റൈസ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? മങ്കൊമ്പാണ്. നമുക്ക് എവിടെ തന്നിട്ടുള്ളത്? നമുക്ക് കാസർഗോഡാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് ദാ എഴുതി വെക്കുക, പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് സസ്യങ്ങളും അവയുടെ പരാഗണ രീതിയും സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നമുക്ക് ഇതിൽ തന്നിട്ടുള്ളതിൽ നമുക്ക് കേട്ടിട്ടിന്റെ ആൻസർ എന്ന് പറയുന്നത് തെങ്ങ്, കാറ്റാണ്. പക്ഷെ നമുക്ക് SCERT നമുക്ക് ഇതാ ഈ ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ പഠിച്ചാൽ നമുക്കറിയാം കാറ്റ് വഴി അപ്പൂപ്പൻ താടിയും മഹാഗണിയും എന്നാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഇനി നോക്കൂ, ജലം വഴിയാണെങ്കിൽ ഇത് വിത്ത് വിതരണ രീതിയാണ് കേട്ടോ. അപ്പൊ ഈ വിത്ത് വിതരണ രീതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഈ വിത്ത് വിതരണ രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഇനി ഇതിൽ നിന്ന് ആൻസർ ഏത് ചോദിച്ചാലും നമുക്ക് കിട്ടണം. ഓക്കെ, നോക്കൂ, കാറ്റ് വഴി അപ്പൂപ്പൻ താടി മഹാഗണി, വിത്തിന് ഭാരം കുറവാണ്, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കാറ്റ് വഴി പറക്കുന്നത്. ഇനി മഹാഗണി ചിറക് പോലുള്ള ഭാഗങ്ങളുണ്ട്. ജലം വഴി തെങ്ങ് എങ്ങനെയാണ്? ചകിരിയിലെ വായുവറകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് സഹായിക്കുന്നു. നമുക്കിത് SCERT ടേബിൾ തന്നെയാണ് കേട്ടോ, പഠിക്കണേ. ഇനി തൊണ്ടും ചകിരിയും വെള്ളമുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ജന്തുക്കൾ വഴി ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്ത്, പശ, കൂർത്ത ഭാഗങ്ങളൊക്കെ എന്തിനുണ്ട്? അസ്ത്രപ്പുല്ലിനുണ്ട്. ജന്തുക്കൾ രുചിയുള്ള ഫലങ്ങൾ കൊണ്ടുപോയി ഭക്ഷിച്ചിട്ട് വിത്ത് ഉപേക്ഷിക്കുന്നു. പൊട്ടിത്തെറിച്ചിട്ട് വെണ്ട, കാശിത്തുമ്പ. ഇനി ഉണങ്ങി പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള ആവരണമുണ്ട്. വിത്തുകൾ പൊട്ടിത്തെറിച്ച് അകലേക്ക് തെറിച്ചു വീഴുന്നു. ഇങ്ങനെയാണ് വിത്ത് വിതരണ രീതി. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ഈ ഒരു ടേബിളിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം? എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ, ഇനി പുനരുപയോഗിക്കാവുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ്ജരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? പുനരുപയോഗിക്കാൻ പറ്റുന്നത്, പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് കാറ്റിൽ നിന്നുള്ള ഊർജമാണ് ആൻസർ വരുന്നത്. ഓക്കെ, നോക്കൂ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ റിന്യൂവബിൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഇതെന്താണ്? എക്സാമ്പിൾസ് എന്താ വരുന്നേ? പാരമ്പര്യേതര പ്രകൃതിദത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ എന്താ പറയാ? ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പാരമ്പര്യേതര പ്രകൃതിദത്ത ഊർജ സ്രോതസ്, പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് ചോദിക്കാറുണ്ട്. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നു. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, നോക്കൂ, ഇവ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നില്ല? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല.
ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം ഇതെല്ലാം ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽ വരുന്നതാണ്. ഓക്കെ, നോക്കൂ, പരിസ്ഥിതിക്ക് ഹാനികരമാണ്. മറ്റേതെന്തായിരുന്നു? പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണം ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരിസ്ഥിതിക്ക് ഹാനികരമാണ്. ഓക്കെ, പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിത ഊർജം അഥവാ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും എന്താണ്? ഈ ഗ്രീൻ എനർജിയിൽ പെടുന്നതാണ്. അപ്പോ പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഊർജ്ജവും എന്താണ്? ഹരിത ഊർജമാണ്. ഹരിതോർജം വേറെ ഒരു പേരിൽ അറിയപ്പെടുന്നത് എന്താണത്? ക്ലീൻ എനർജി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഹരിത ഊർജം, ഗ്രീൻ എനർജി, ക്ലീൻ എനർജി. ഈ 3 പേരുകളിലും എന്തറിയപ്പെടും? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അറിയപ്പെടും. ഓക്കെ, ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പെട്രോളിയം, കൽക്കരി. ഇത് ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജം എന്താണ്? ന്യൂക്ലിയർ ഊർജം അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി എന്നാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ബ്രൗൺ എനർജിയിൽ പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ SCRT-യിലുള്ളതാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് കാണിച്ചു തരലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നോക്കുക, എന്നിട്ട് ആ ഒരു ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, റിവിഷൻ ചെയ്ത് തന്നെ പഠിക്കുക. ഇനി ഈ ഒരു ടേബിള് കമ്പൽസറി ആയിട്ട് പഠിക്കണം. നോക്കൂ, ഗ്രീൻ എനർജി, സോളാർ സെല്ല്, ടൈഡൽ എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എൻജിൻസ്, കാറ്റാടി, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഗ്രീൻ എനർജിയിൽ പെടുന്നതാണ്. ഇനി ബ്രൗൺ എനർജി, അറ്റോമിക് റിയാക്ടേഴ്സ്, ഡീസൽ, തെർമൽ പവർ സ്റ്റേഷൻസ്, ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? ബ്രൗൺ എനർജിയിൽ പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ഉളുക്കിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ ഏതാണ്? ഉളുക്കിയ ഭാഗം അനക്കരുത്, കാലിൽ ഉളുക്കിയാൽ കഴിയുന്നത്ര നടക്കരുത്, ഉളുക്കിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, ഉളുക്കിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് പറയുന്നത്. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റുമോ? ഇല്ല, കഴുകരുത്. അപ്പൊ എന്തൊക്കെയാണ്? ഉളുക്കിയ ഭാഗം അനക്കാൻ പാടില്ല, ശരിയാണ്. ഇനി ആ ഉളുക്കിയ ഭാഗം വെച്ചിട്ട് നടക്കാമോ? ഇല്ല, അതും ശരിയാണ്. ഉളുക്കിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക, അതും ശരിയാണ്. നമ്മൾ ഒരുപാട് ഉളുക്കിയ ഭാഗത്ത് അമർത്തി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? കൂടുതൽ അത് മോശം സ്ഥിതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നമുക്കറിയുന്നതാണ് 2015 ആണ്. SCRT-യിലുള്ളതാണ്. നോക്കൂ, SCRT-യിൽ 2015 ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ്. കണ്ടോ? ഇപ്പൊ 2015 എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ മണ്ണ് വർഷമായിട്ട് ആചരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതും പഠിക്കണം കേട്ടോ. വേൾഡ് സോയിൽ ഡേ എന്നാണ്? ഡിസംബർ 15. ഓക്കെ, SCRT-യിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഇങ്ങനെയുള്ള പിക്ചറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് കണ്ടില്ലേ ഇപ്പോ? ഇല്ലേ? പഠിക്കണേ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ഹൈബ്രിഡ് ഗോതമ്പിനുമാണ്? ഏതാണ്? കല്യാൺ സോണ, ത്രിവേണി, ഗിരിജ, സൊണാലിക. ഏതാണ്? കല്യാൺ സോണ. ഓക്കെ, നോക്കൂ, നമുക്ക് കുറച്ച് സങ്കര ഇനം വിത്തുകൾ SCRT ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി പോവാം. മുളക്, ഉജ്ജ്വല ജ്വാലാമുഖി ഏതിന്റെ വിത്തുകളാണെന്ന് ചോദിക്കാം. ഉജ്ജ്വല ജ്വാലാമുഖി ഏതിന്റെ വിത്തുകളാണ്? ഏതിന്റെയാണ്? മുളകിന്റെയാണ്. പയറിന്റെ വിത്തുകൾ ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല്, പവിത്ര, അന്നപൂർണ. തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട, സൽകീർത്തി, കിരൺ. ഓക്കെ, അപ്പൊ ഈ ടേബിള് എന്തായാലും പഠിക്കണം. SCRT തന്നെ ചോദ്യങ്ങൾ വരാലോ. ധാരാളം ചോദ്യങ്ങൾ മുന്നേയും കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, സൂര്യന്റെ ഏറ്റവും പുറം പാളി അറിയപ്പെടുന്നത് എന്താണ്? ഏറ്റവും പുറം പാളി ഏതാണ് സൂര്യന്റെ? അത് കൊറോണയാണ്. ഇനി നോക്കൂ, സൂര്യന്റെ ഏറ്റവും പുറത്തുള്ള പാളി അറിയപ്പെടുന്നത് കൊറോണ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്. രണ്ടാമത് അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഹീലിയം ആണ്. ഓക്കെ, സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ചോദിക്കാറുണ്ട് കേട്ടോ. സൂര്യനിലെ ന്യൂക്ലിയർ
ഫ്യൂഷൻ. സൗരോപരിതലത്തിലെ താപനില എന്നറിയപ്പെടുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ്. അതും ചോദിക്കാറുണ്ട്. ഓക്കെ, അതും ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനവും അതേപോലെ തന്നെ സൗരോപരിതലത്തിലെ താപനിലയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതെല്ലാം പഠിക്കണം. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഓർമ്മ നിൽക്കും. സോ അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, അപ്പൊ എന്തായാലും എന്ത് പഠിക്കുക? സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ. രണ്ടാമത് അടങ്ങിയിരിക്കുന്നത് ഹീലിയം. ആൻഡ് സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൗരോപരിതലത്തിലെ താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. കാരണം ടെസ്റ്റ് സീരീസ് എഴുതുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓരോ തരം ആവാസ വ്യവസ്ഥയുടെയും സവിശേഷത എന്താണ്? ഇതിലേതാണ് ആൻസർ വരുന്നത്? ജീവജാലങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണോ? ജൈവ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണോ? അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണോ? വ്യക്തികൾക്കിടയിലുള്ള പോരാട്ടങ്ങളാണോ? എന്താണ് ആൻസർ വരുന്നത്? ജൈവ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം. എന്താണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ത് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. ഓക്കെ, അവിടെ എന്തൊക്കെയാണല്ലേ? ജീവീയ ഘടകമുണ്ട്, അജീവീയ ഘടകമുണ്ട്. ഇതിനെല്ലാം ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാചകത്തിൽ നിന്ന് തന്നെ പലതരം ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് അടുത്തുള്ള ടെസ്റ്റ് സീരീസ്, നെക്സ്റ്റ് വരുന്ന ടെസ്റ്റ് സീരീസിലൊക്കെ നോക്കി അറിയാം. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ചും മറച്ചിട്ടും കേട്ടിട്ട് ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പിറക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിച്ചു പോവുക. ഓക്കെ, ഇനി ഡോഗ് ഫിഷിന്റെ ആവാസ കേന്ദ്രം ഏതാണ്? നദി, കുളം, തടാകം, കടൽ. എന്താണ് ആൻസർ? കടൽ. ഇതേപോലെ തന്നെ നമുക്ക് ഷെൽട്ടർ പഠിക്കാനുണ്ട്. ഷെൽട്ടർ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ കുറേ ഇതിന്റെ ആവാസം എവിടെയാണ്, ആവാസ കേന്ദ്രം ഏതാണ് എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാം? ഈ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതെല്ലാം ഒരുമിച്ച് എഴുതി വെക്കുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് ശരി ഏതാണ്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. മണ്ണിൽ നിന്ന് കാണ്ഡ വ്യവസ്ഥയിലൂടെ വെള്ളം ആഗിരണം ചെയ്യപ്പെടുന്നു. സാന്തോഫിൽ എന്നറിയപ്പെടുന്ന പിഗ്മെന്റുകളാൽ സൂര്യപ്രകാശം പിടിക്കപ്പെടുന്നു. ക്ലോറോഫിൽ പച്ച വെളിച്ചം ആഗിരണം ചെയ്യുന്നു. എന്താണ് ഇവിടെ ആൻസർ? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നു. ഓക്കെ, നോക്കൂ. സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നതാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം എവിടെ വെച്ചാണ് നടക്കുന്നത്? സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച്. ഇനി നോക്കൂ, പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. ഇനി സഹായകമായിട്ടുള്ള ഘടകം ഏതാണ്? ഹരിതകം, സൂര്യപ്രകാശം. ഓക്കെ, ഇനി അതിൽ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അപ്പൊ അതിനെ ഉപയോഗിക്കുന്ന ഘടകങ്ങള്, സഹായകമായിട്ടുള്ള ഘടകങ്ങള്, ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങള് നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? നമുക്കറിയുന്നത് തന്നെയാണ്. എന്താണ്? കറുപ്പ്. ഇനി നോക്കൂ, ചന്ദ്രന്റെ ആകാശത്തിന് നിറം നൽകാൻ അന്തരീക്ഷമില്ലാത്തതിനാൽ രാവും പകലും ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പായിട്ടാണ് കാണപ്പെടുക. എന്താണ് അവിടെ ഹൈലൈറ്റ്? അന്തരീക്ഷം ഇല്ല, അതുകൊണ്ട് എന്തായിട്ടാണ് കാണപ്പെടുന്നത്? കറുത്തായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാക്ടീരിയകളെയും വൈറസുകളെയും കൊല്ലാൻ ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ജലശുദ്ധീകരണ രീതി ഏതാണ്? ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ, UV അണുവിമുക്തമാക്കൽ, തിളപ്പിക്കുക. ഏതാണ്? ക്ലോറിനേഷൻ. നമ്മളൊക്കെ കാണാറുണ്ടല്ലേ ജലാശയങ്ങളിൽ, അതായത് കിണറിലൊക്കെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അസുഖങ്ങളൊക്കെ വരാൻ എളുപ്പമാണ്. സോ നമുക്ക് എന്ത് പറയാറുണ്ട്? ക്ലോറിൻ കലക്കി ഒഴിക്കാനായിട്ട് പറയാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ക്ലോറിനേഷൻ ആണ്
എന്ത് വൈറസുകളെയും ബാക്ടീരിയകളെയുമായിട്ട് കൊല്ലാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ജലശുദ്ധീകരണ രീതിയായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മണ്ണ് വെള്ളത്തിൽ കലർത്തി അതിലൊരു രാസവസ്തു ചേർത്ത കുമിളകളുടെ അളവ് നിരീക്ഷിക്കുന്നത് മണ്ണിലെ ജൈവവസ്തുക്കൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു രീതിയാണ്. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, അയഡിൻ, ബോഡോ മിശ്രിതം. എന്താണ് ആൻസർ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ആൻസർ. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് ചെയ്യുന്നതെന്ന്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാവുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് ഇത് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. നോട്ട് ചെയ്യണേ, ജൈവാംശം കൂടുതലുള്ള മണ്ണിലാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തില് വിഘടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടെസ്റ്റ് സീരീസിൽ തന്നിരുന്നത്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ടെസ്റ്റ് സീരീസ് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാവൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് നോട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു ടെസ്റ്റ് സീരീസിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു, താങ്ക് യു.